ഈ മുസ്ലിം പെൺകുട്ടികൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? മുസ്ലിം പെൺകുട്ടികളെ മൊത്തം റെപ്രസെന്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? അത് അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മള് ഈ തമാശക്കൊക്കെ പറയും. ഇപ്പൊ ആരെങ്കിലുമൊക്കെ ഒരുങ്ങി പോവുകയാണെങ്കിൽ ഇവര് പറയും, ഞാൻ ഒരുങ്ങിയ ഇപ്പൊ അതിനേക്കാളൊക്കെ എത്രയോ ഭംഗിയാണ്. പക്ഷെ ഞാനിതിങ്ങനെ ഇടുന്നോണ്ടാണ് ലോങ് ഹെയർ ആയിട്ട് ഉള്ള ആളുകളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്. എൻ്റെ ഉം. ഫ്രണ്ട്സിൽ കുറെ ആൾക്കാരൊക്കെ ഭയങ്കര നല്ല ഹെയറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ അവര് അത് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. അത് ഉം. അപ്പൊ അതങ്ങനെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കുറെ ഇതുണ്ടാവുമല്ലോ. അത് വെച്ച് നമുക്കിപ്പോ അങ്ങനെ എല്ലാ കുട്ടികളും അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ചില ആളുകൾക്ക് തട്ടം കമ്പൽസറി ആയിട്ട് ഇല്ലെങ്കിൽ പ്രശ്നമുള്ള ആളുകളുണ്ട്. അവർക്കത് ഇല്ലെങ്കിൽ ഒട്ടും ശരിയാവത്തില്ല. അപ്പൊ ഞാൻ ആ രീതിയിലും ഉണ്ട്. അപ്പൊ ഉടുപ്പിന്റെ കാര്യം പറഞ്ഞു, കുഞ്ഞുടുപ്പല്ല. കുഞ്ഞുടുപ്പ് ഇപ്പൊ നമ്മളെയൊക്കെ ആണെങ്കിലും മുട്ടിന് താഴെ ഇല്ലാത്ത ഉടുപ്പ് ഇടിക്കാൻ സമ്മതിക്കില്ല. ഉം. അതൊക്കെ ലെങ്ത് ഉള്ള ഉടുപ്പ് തന്നെയാണ്. ഉം. പക്ഷെ ഈ ഫ്രോക്കിന്റെ കൂടെ നമുക്ക് സ്കാർഫ് ഇടുമ്പോൾ അതൊരു മാച്ചിങ് അല്ലാത്ത പോലെയൊക്കെ അന്നത്തെ കാലത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇപ്പൊ ഈ മാച്ചിങ് സ്കാർഫ് ഒന്നും കിട്ടുമോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മള് ഉസ്താദിനെയൊക്കെ കാണുമ്പോഴാണ് നമ്മൾ കമ്പൽസറി ആയിട്ട് ഈ സ്കാർഫ് ഇടാനുള്ള പേടിയും അതും ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അന്നേരം അത് ഇതിന് മാച്ച് അല്ല, പക്ഷെ ഞാൻ ഇടേണ്ടി വരുന്നു, ഉസ്താദ് കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നു എന്നാണ് ഇത്. അതിലിപ്പോ ഇങ്ങനെ ഒരു കുട്ടിക്കാലത്തുള്ള ഓരോ ചിന്തകളാണ് അത്. നമ്മുടേതും ഉണ്ട്.